ഹലോ, ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. 1. മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയാൻ ബാജ് ആക് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മയക്കുമരുന്ന് കള്ളക്കടത്ത് തടയാൻ ബാജ് ആക് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം പഞ്ചാബ്. 2. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം KG ശങ്കരൻപിള്ള. 3. റഫേൽ യുദ്ധവിമാനത്തിൽ പറന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? റഫേൽ യുദ്ധവിമാനത്തിൽ പറന്ന ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആര്? ഉത്തരം ദ്രൗപദി മുർമു. 4. അന്താരാഷ്ട്ര വയോജന ദിനം എന്ന്? അന്താരാഷ്ട്ര വയോജന ദിനം എന്ന്? ഉത്തരം ഒക്ടോബർ 1. 5. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്തമായ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 6. 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം E. സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ എന്നാണ്. 2025 വയലാർ പുരസ്കാര ജേതാവ് ആരാണ്? E. സന്തോഷ് കുമാർ. അതുപോലെ തന്നെ 2024 വയലാർ അവാർഡ് ജേതാവ് ആരാന്ന് ചോദിച്ചാൽ അശോകൻ ചാരുവിൽ. 2024 വയലാർ അവാർഡ് ജേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് അശോകനാണ് കേട്ടോ. അശോകൻ ചരുവിൽ. 48ാമത് വയലാർ അവാർഡ് ജേതാവും 2024 48ാമത് വയലാർ ജേതാവ് ആരാന്ന് ചോദിച്ചാൽ അശോകൻ ചാരുവിലാണ്. അദ്ദേഹത്തിന്റെ കൃതി ഏതാന്ന് ചോദിച്ചാൽ കാട്ടൂർ കടവ് എന്ന നോവലാണ് കേട്ടോ. നോവലാണ് കാട്ടൂർ കടവ്. 2024 48ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചാൽ അശോകൻ ചരുവിൽ. അദ്ദേഹത്തിന്റെ കൃതി കാട്ടൂർ കടവാണ്. 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവ് ആരാന്ന് ചോദിച്ചാൽ E. സന്തോഷ് കുമാറാണ്. അദ്ദേഹത്തിന്റെ കൃതി തപോമയുടെ അച്ഛൻ. ഈ 2023 വയലാർ അവാർഡ് ജേതാവ് ആരാന്ന് 2023 ആരാന്ന് ചോദിച്ചാൽ 23 ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിന്റെ കൃതി ഏതാന്ന് ചോദിച്ചാൽ ജീവിതം ഒരു പെൻഡുലം. ആത്മകഥയാണ് കേട്ടോ. അപ്പോൾ 2025 49ാമത് വയലാർ പുരസ്കാര ജേതാവ് E. സന്തോഷ് കുമാർ. അദ്ദേഹത്തിന്റെ കൃതി തപോമയുടെ അച്ഛനാണ്. 2024 വയലാർ ജേതാവ് അശോകൻ ചരുവിൽ. അദ്ദേഹത്തിന്റെ കൃതി കാട്ടൂർ കടവ്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ കൃതി ജീവിതം ഒരു പെൻഡുലം. ഇനി അടുത്തത് വയലാർ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആര്? വയലാർ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? ലളിതാംബിക അന്തർജനം. വയലാർ പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? ലളിതാംബിക അന്തർജനം. അത് കൃതി ഏതാന്ന് ചോദിച്ചാൽ അഗ്നിസാക്ഷി. 1977 കേട്ടോ. അപ്പോൾ വയലാർ പുരസ്കാരം നൽകാൻ തുടങ്ങിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1977 മുതലാണ് വയലാർ പുരസ്കാരം നൽകാൻ തുടങ്ങിയത്. അന്ന് ആദ്യം ലഭിച്ചത് ആർക്കാണ്? ലളിതാംബിക അന്തർജനമാണ്. അദ്ദേഹത്തിന് കൃതി ഏതാന്ന് ചോദിച്ചാൽ അഗ്നിസാക്ഷി. 8ാമത്തത് ഏറ്റവും അധികം തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ നടൻ ആര്? ഏറ്റവും അധികം തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ നടൻ ആര്? ഉത്തരം മമ്മൂട്ടി. 9. 2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത്
2025 ICC വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത്? ഉത്തരം ഇന്ത്യ. റണ്ണറപ്പ് ഓസ്ട്രേലിയ. 10ാമത്തത് 55ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച നടൻ. 55ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച നടൻ ആരാണ്? മമ്മൂട്ടിയാണ്. 55ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച നടി ആരാണ്? ഷംല ഹംസയാണ് കേട്ടോ. 12ാമത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്പ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്പ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2-ന്. 13ാമത്തത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഉത്തരം വി രാമസുബ്രഹ്മണ്യൻ. മുൻ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് അരുൺ കുമാർ ആണ് കേട്ടോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. മുൻ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. 14ാമത്തത് 2025 ഒക്ടോബറിൽ ജമൈക്കയിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? 2025 ഒക്ടോബറിൽ ജമൈക്കയിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം മെലീസ. 15ാമത്തത് ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 2. 16ാമത്തത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിക്കുന്നത് ആര്? സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നിയമിക്കുന്നത് ആരെയാണ്? റസൂൽ പൂക്കുട്ടി. 17 ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആരാണ്? ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. 2025 നവംബർ 24 അദ്ദേഹം ചുമതലയേൽക്കും കേട്ടോ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആരെന്ന് ചോദിച്ചാൽ ചീഫ് BR ഗവായാണ്. നവംബർ 24 അദ്ദേഹം ചുമതലയേൽക്കും. അപ്പോൾ ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി വരാൻ പോകുന്നത് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. അദ്ദേഹത്തിന് പിൻഗാമിയായി വരാൻ പോകുന്നത് BR ഗവായാണ്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? BR ഗവായാണ്. അദ്ദേഹത്തിന് പിൻഗാമി ആരായിരുന്നു? ജസ്റ്റിസ് സൂര്യകാന്ത് ആയിരുന്നു കേട്ടോ. 19 ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്, ഹുഗ്ലി നദിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ നിലവിൽ വന്നത് കൊൽക്കത്തയിലെ ഹുഗ്ലി നദിയിലാണ്. 2024 മാർച്ച് 6-നാണ് ഇത് നിലവിൽ വന്നത്. എന്നാ നിലവിൽ വന്നത്? 2024 മാർച്ച് 6-നാണ് കേട്ടോ. മാർച്ച്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2024 മാർച്ച് 6-നാണ്. ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ഹുഗ്ലി നദിയിലാണ്. 20ാമത്തത് 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഉത്തരം മൊണ്ട. ഇതിന് പേര് നൽകിയ രാജ്യം ഏതാണ്? തായ്ലൻഡ് ആണ് കേട്ടോ. 2025 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മൊണ്ട. ഇതിന് പേര് നൽകിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ തായ്ലൻഡ് ആണ്. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം. കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം 2007 മെയ് 4. 22ാമത്തത് എത്ര ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമേറും ഭൂമിയിലെത്തിയത്? എത്ര ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമേറും ഭൂമിയിലെത്തിയത്? 286 ദിവസം. 23ാമത്തത് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരൻപിള്ളയാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. അപ്പോൾ 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? KG ശങ്കരൻപിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? NS മാധവൻ. എഴുത്തച്ഛൻ പുരസ്കാരം
ആദ്യമായി നൽകിയത് 1993 എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നൽകിയത് 1993 അന്ന് ലഭിച്ചത് ആർക്കാണ്? ശൂര്യനാട് കുഞ്ഞൻപിള്ള. അന്ന് ലഭിച്ചതാർക്കാണ്? ശൂര്യനാട് കുഞ്ഞൻപിള്ള. അവസാനമായി ലഭിച്ചതാർക്കാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരമാണ് KG ശങ്കരൻപിള്ളയാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? SK വസന്തൻ. SK വസന്തനാണ്. ഇനി 2022 കൂടി നോക്കട്ടോ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സേതുവിനാണ് കേട്ടോ. 2021 P വത്സല്യ. ഇതൊക്കെ ചോദിച്ചാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ പറയണേ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരൻപിള്ളയാണ്. അവസാനമായിട്ട് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരൻപിള്ളയാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് വെച്ചത്? NS മാധവനാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് എന്നാണ്? 1993 അന്ന് ലഭിച്ചത് ആർക്കാണ്? ശൂര്യനാട് കുഞ്ഞൻപിള്ളയാണ്. 2023 ആർക്കാണ് ലഭിച്ചത്? SK വസന്തനാണ്. 2022 സേതുവിനാണ്. 2021 P വത്സല്യ. ഇനി അടുത്തത് 2023 ദാദാ സാഹിബ് പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2023 ദാദാ സാഹിബ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാൽ. 2023 ദാദാ സാഹിബ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മോഹൻലാലാണ് കേട്ടോ. ദാദാ സാഹിബ് പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ഇദ്ദേഹം. രണ്ടാമത്തെ വ്യക്തിയാണ് ആര്? മോഹൻലാൽ. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, ദാദാ സാഹിബ് ഫാൽക്കെ എന്നുണ്ട് കേട്ടോ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് മോഹൻലാൽ. ആദ്യം ലഭിച്ചത് ആർക്കാണ്? 2004 ആദ്യം 2004 കേട്ടോ. 2004 അടൂർ ഗോപാലകൃഷ്ണനാണ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് മോഹൻലാലിനാണ്. രണ്ടാമത്തെ വ്യക്തിയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ്. മലയാളിയാണ് ആര്? മോഹൻലാൽ. 2004 ആദ്യം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ 2004 അടൂർ ഗോപാലകൃഷ്ണനാണ്. അപ്പോൾ അടൂർ ഗോപാലകൃഷ്ണന് ശേഷം പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളിയാണ് ആര്? മോഹൻലാൽ. 2004 ആർക്ക് ലഭിച്ചത്? അടൂർ ഗോപാലകൃഷ്ണൻ. 26 കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? കോട്ടയം. 27 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലാഗ് സ്ഥിരീകരിച്ചത്? 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലാഗ് സ്ഥിരീകരിച്ചത്? അമേരിക്ക. 28 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MR രാഘവ വാര്യർ. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MR രാഘവ വാര്യർ. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MK സാനു. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MK സാനു. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MR രാഘവ വാര്യർ. ഈ 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആരാണ്? സാഹിത്യകാരനായ T പത്മനാഭനാണ് കേട്ടോ. T പത്മനാഭനാണ് ലഭിച്ചത്. 2023 ആർക്കാണ് ലഭിച്ചത്? T പത്മനാഭൻ. 2025 ആർക്കാണ് ലഭിച്ചത്? MR രാഘവ വാര്യർ. 2024 MK സാനു. 2022 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MT വാസുദേവൻ.
അപ്പം 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ MR രാഘവ വാര്യർ. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ MK സാനു. 2023 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് T പത്മനാഭൻ. 2022 MT വാസുദേവനും. അപ്പോൾ ആദ്യം കേരള ജ്യോതി പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ ആരാണ്? MT വാസുദേവൻ നായരാണ് 2022. ഇനി 30ാമത്തെ ക്വസ്റ്റ്യന് 2025 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ എത്രാം ജന്മവാർഷികമാണ് ആഘോഷിക്കുന്നത്? 2025 ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ എത്രാമത്തെ ജന്മവാർഷികമാണ് ആഘോഷിച്ചത് കേട്ടോ? 150ാമത്തത്. 150. അപ്പോൾ അത്ര 30 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ താങ്ക് യു.